എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലക്നൌവിലെ ചരിത്രപ്രസിദ്ധമായ ഇഗാന സ്റ്റേഡിയത്തിന്റെ പച്ചപ്പുൽ മൈതാനത്ത് അലയടിച്ച് ആവേശ തിരമാലകൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ആവേശകരമായ രണ്ടാം ഏകദിന മത്സരത്തിൽ 170 റൺസിന്റെ ആധികാരികമായ ഒരു മഹാവിജയത്തിനു ശേഷം അരങ്ങേറിയത് ക്രിക്കറ്റ് ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത്ര ഹൃദയസ്പർശിയായ കണ്ണ് നനയിക്കുന്ന രോമാഞ്ചമണിയിക്കുന്ന ഒരു വൈകാരിക മുഹൂർത്തമായിരുന്നു. ഈ മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയ്ക്ക് വേണ്ടി 110 പന്തുകളിൽ നിന്ന് 154 റൺസ് അടിച്ചുകൂട്ടിയ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിന്റെയും 79 പന്തിൽ 125 റൺസ് നേടിയ ഇഷാൻ കിഷന്റെയും ബാറ്റിംഗ് വെടിക്കെട്ടിന്റെ പിൻബലത്തിൽ 402 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം പടുത്തുയർത്തുകയും തുടർന്ന് മറുപടി ബാറ്റിംഗിനിറങ്ങിയ അഫ്ഗാനിസ്ഥാനെ അർഷ്ദീപ് സിംഗിന്റെയും ഗുർനൂർ ബ്രാറിന്റെയും തീപ്പൊരി ബോളിംഗിലൂടെ വെറും 232 റൺസിന് ചുരുട്ടിക്കെട്ടി ആധികാരിക വിജയം സ്വന്തമാക്കുകയും ചെയ്ത മത്സരത്തിന്റെ യഥാർത്ഥ ഹൈലൈറ്റ് അതിഗംഭീരമായ സ്കോർ ബോർഡുകളൊന്നുമല്ലായിരുന്നു, മറിച്ച് പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ വേദിയിൽ നായകൻ ശുഭ്മൻ ഗിൽ നടത്തിയ കണ്ണീരണിഞ്ഞ ആ ചരിത്രപ്രസംഗമായിരുന്നു. തന്റെ മാന്ത്രികമായ ബാറ്റിംഗ് മികവിനുള്ള അംഗീകാരമായി മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നൽകി ആദരിക്കാൻ വേദിയിലേക്ക് ക്ഷണിച്ചപ്പോൾ ലക്നൌവിലെ ആയിരക്കണക്കിന് വരുന്ന ആരാധകരുടെ ഹർഷാരവങ്ങൾക്കിടയിലും ആ യുവാവിന്റെ കണ്ണുകൾ വികാരഭരിതമായി ചുവന്നു തുടുത്ത് നിറഞ്ഞിരുന്നു. വേദിയിലെത്തിയ ഗിൽ തന്റെ വികാരങ്ങളെ അടക്കി നിർത്താനാവാതെ ലൈവ് ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് വരുന്ന ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയം കീഴടക്കിയ ഒരു അവിസ്മരണീയ തീരുമാനമെടുത്തു. തന്റെ കൈകളിലിരുന്ന ആ തിളങ്ങുന്ന മാൻ ഓഫ് ദി മാച്ച് ട്രോഫി അദ്ദേഹം തന്റെ സഹതാരവും ഉറ്റ ചങ്ങാതിയുമായ ഇഷാൻ കിഷന്റെ കൈകളിലേക്ക് സ്നേഹത്തോടെ വെച്ചുകൊടുത്തുകൊണ്ട് വിതുമ്പുന്ന സ്വരത്തിൽ പറഞ്ഞു. രോഹിത്തും യശസ്വിയും നേരത്തെ പുറത്തായപ്പോഴുണ്ടായ കടുത്ത മാനസിക സമ്മർദ്ദത്തെ ഇഷാന്റെ ആ 125 റൺസിന്റെ നിർഭയമായ ഇന്നിംഗ്സാണ് ഇല്ലാതാക്കിയതെന്നും തനിക്ക് ക്രീസിൽ നിലയുറപ്പിക്കാൻ സമയം നൽകിയതെന്നും അതുകൊണ്ട് തന്നെ ഈ അവാർഡിന്റെ യഥാർത്ഥ അവകാശി ഇഷാനാണെന്നും ഗിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഈ അവിസ്മരണീയ നിമിഷത്തിനു ശേഷം ലൈവ് മൈക്ക് വീണ്ടും കയ്യിലെടുത്തുകൊണ്ട് ഗിൽ ഇന്ത്യൻ ടീമിന്റെ സീനിയർ ക്യാപ്റ്റൻ സാക്ഷാൽ രോഹിത് ശർമ്മയുടെ ഉരുക്കുപോലുള്ള ഇച്ഛാശക്തിയെക്കുറിച്ചും ദീർഘവീക്ഷണത്തെക്കുറിച്ചും ഒപ്പം തന്റെ കരിയറിലെ ഏറ്റവും മോശം സമയത്ത് സമൂഹമാധ്യമങ്ങളിലെ കടുത്ത വിമർശനങ്ങളിൽ നിന്ന് തന്നെ സംരക്ഷിച്ച് താങ്ങായി നിന്ന് സാറാ ടെണ്ടുൽക്കറുടെയും തന്റെ സ്വന്തം കുടുംബത്തിന്റെയും അളവറ്റ പിന്തുണയെക്കുറിച്ചും അതിവൈകാരികമായി വാചാലനായി. എന്നാൽ ആ കണ്ണീരണിഞ്ഞ നിമിഷങ്ങൾക്ക് ശേഷം സ്റ്റേഡിയത്തെ ആകെ നിശബ്ദമാക്കിക്കൊണ്ട് പെട്ടെന്ന് ഗില്ലിന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ഗൗരവം നിറഞ്ഞു. ഇന്ത്യൻ ടീമിന്റെ നിലവിലെ ബാറ്റിംഗ് നിരയെക്കുറിച്ചും വരാനിരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചും സംസാരിക്കവേ അദ്ദേഹം വളരെ വ്യക്തവും സത്യസന്ധവുമായ വാക്കുകളിൽ തുറന്നടിച്ചു. നമ്മൾ ഇന്ന് ഈ മത്സരം വലിയൊരു മാർജിനിൽ വിജയിച്ചു എന്നത് സത്യമാണ്. 400-ലധികം റൺസ് നമ്മൾ സ്കോർ ചെയ്തു. പക്ഷേ ഉള്ളിനുള്ളിൽ എനിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ആഗ്രഹിക്കുന്ന ആ പൂർണ്ണതയിലേക്ക് ടീം എത്തിയിട്ടില്ല എന്ന്. പ്രത്യേകിച്ചും നടുനിരയിൽ KL രാഹുൽ തന്റെ താളം കണ്ടെത്താൻ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അത് ടീമിന്റെ സ്കോറിങ്ങിനെ പലപ്പോഴും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഈയൊരു സാഹചര്യത്തിൽ രാഹുലിന് പകരം നമുക്ക് ഈ ടീമിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായി വേണ്ടത് സഞ്ജു സാംസണെയാണ്. വേൾഡ് കപ്പിലും IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയുമെല്ലാം അദ്ദേഹം കാഴ്ചവെക്കുന്ന ആ മാസ്റ്റർ ക്ലാസ് പ്രകടനങ്ങളും പ്രതിസന്ധികളിൽ തളരാത്ത നിർഭയമായ ശൈലിയുമാണ് ഇന്ത്യൻ ടീമിന് ഇപ്പോൾ ഏറ്റവും ആവശ്യം. ഇന്ന് ആ ക്രീസിൽ സഞ്ജു ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ സ്കോർ ഇതിലും എത്രയോ വലുതായേനെ. കാരണം ഏത് സമ്മർദ്ദഘട്ടത്തിലും കളി ഒറ്റയ്ക്ക് തിരിക്കാൻ കേൾപ്പുള്ള സഞ്ജുവിനെ പോലൊരു ക്ലാസിക് മാച്ച് വിന്നറിന്റെ അഭാവം ടീമിൽ വളരെ പ്രകടമാണ്. നമ്മൾ ഇന്ന് വമ്പൻ വിജയം നേടിയെങ്കിലും ആ ഒരു സ്പാർക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. രാഹുലിന്റെ മോശം ഫോം കണക്കിലെടുത്ത് എത്രയും പെട്ടെന്ന് സഞ്ജു സാംസനെ ടീമിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം നൽകുന്ന ബാറ്റിംഗ് നേക്കും ആത്മവിശ്വാസവും പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ശുഭ്മൻ ഗില്ലിന്റെ നെഞ്ചിൽ നിന്ന് വന്ന ഈ മൂർച്ചയേറിയ വാക്കുകൾ ലക്നൌ സ്റ്റേഡിയത്തിലെ കാതടിക്കുന്ന നിലവിളികൾക്കും കയ്യടികൾക്കുമിടയിൽ വലിയൊരു കൊടുങ്കാറ്റായി ആഞ്ഞുവീശി. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി നായകൻ തന്റെ മനസ്സിലുള്ളത് യാതൊരു മറയുമില്ലാതെ സഞ്ജു സാംസൺ എന്ന അതുല്യ പ്രതിഭയ്ക്കു വേണ്ടി തുറന്നു പറഞ്ഞ ആ നിമിഷം കോടിക്കണക്കിന് വരുന്ന ക്രിക്കറ്റ് ആരാധകരുടെ സിരകളിൽ തീ പടർത്തുന്നതായിരുന്നു. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിന് എന്തു വേണമെന്ന് കൃത്യമായി മനസ്സിലാക്കി ഒരു വലിയ വിജയത്തിന്റെ തിളക്കത്തിൽ നിൽക്കുമ്പോഴും ടീമിലെ പോരായ്മകളെക്കുറിച്ചും സഞ്ജു സാംസൺ എന്ന ലോകോത്തര താരത്തിന്റെ അനിവാര്യതയെക്കുറിച്ചും ഗിൽ നടത്തിയ ഈ പ്രസംഗം ക്രിക്കറ്റ് ലോകത്ത് വലിയൊരു മാറ്റത്തിന്റെ നാന്ദി കുറിക്കുകയായിരുന്നു. ഓരോ വാക്കിലും നിറഞ്ഞു നിന്നത് കരകളഞ്ഞ സത്യസന്ധയും ടീമിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ദീർഘവീക്ഷണവുമായിരുന്നു. ഒറ്റ ശ്വാസത്തിൽ ഗിൽ പറഞ്ഞവസാനിപ്പിച്ച ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ക്രിക്കറ്റ് പ്രേമികളുടെ ഹൃദയത്തിൽ എന്നേക്കുമായി പതിഞ്ഞു കഴിഞ്ഞിരുന്നു. കാരണം ആ രാത്രി ഇഗാന സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് വെറുമൊരു മത്സരവിജയത്തിനല്ല, മറിച്ചൊരു യഥാർത്ഥ നായകന്റെ ഉദയത്തിനും സഞ്ജു സാംസൺ എന്ന ഇതിഹാസ താരത്തിന്റെ ഗംഭീരമായ തിരിച്ചുവരവിനായുള്ള ഏറ്റവും ശക്തമായൊരു കാഹളമുഴക്കത്തിനുമായിരുന്നു. ഇന്ത്യൻ സീനിയർ ടീമിന്റെ ആവേശകരമായ ആ മഹാവിജയത്തിനും പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ വേദിയിൽ നായകൻ ശുഭ്മൻ ഗിൽ സഞ്ജു സാംസനു വേണ്ടി നടത്തിയ ആ തീപ്പൊരി പ്രസംഗത്തിനും ശേഷം ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരുടെ ശ്രദ്ധ നേരെ ചെന്നെത്തിയത് ദംബുളയിലെ മനോഹരമായ റങ്കിരി ദംബുള അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന ത്രിരാഷ്ട്ര പരമ്പരയിലെ 5ാം മത്സരത്തിലേക്കാണ്. അവിടെ ഇന്ത്യ എയും അഫ്ഗാനിസ്ഥാൻ എയും തമ്മിൽ തീ പാറുന്ന മറ്റൊരു ക്രിക്കറ്റ് മഹാസംഗ്രാമത്തിന് കളമൊരുങ്ങുകയായിരുന്നു. ടോസ് നേടിയ അഫ്ഗാൻ ക്യാപ്റ്റൻ ഇമ്രാൻ മീർ തെല്ലും മടിക്കാതെ ആദ്യം ബൌളിംഗ് തെരഞ്ഞെടുത്തുവെങ്കിലും അത് എത്രമാത്രം വലിയൊരു അബദ്ധമായിരുന്നെന്ന് തെളിയിക്കാൻ
ഇന്ത്യൻ യുവ ഓപ്പണർമാരായ പ്രിയാൻഷ് ആര്യയും വൈഭവ് സൂര്യവംശിയും അധിക സമയമെടുത്തില്ല. പിച്ചിലെ തുടക്കത്തിലെ ആനുകൂല്യം മുതലാക്കാനെത്തിയ അഫ്ഗാൻ ബൌളർമാരെ അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭരാക്കിക്കൊണ്ട് ഫരീദുൻ ദാവൂദ് സായ് എഴിഞ്ഞ ഇന്നിംഗ്സിലെ ആദ്യ ഓവറിലെ രണ്ടാമത്തെ പന്തിൽ തന്നെ കവറിലൂടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു മനോഹരമായ ഫ്രണ്ട് ഫുട്ട് ഡ്രൈവിലൂടെ അതിർത്തി കടത്തി പ്രിയാൻഷ് ആര്യ ഇന്ത്യൻ ഇന്നിംഗ്സിന് രാജകീയമായൊരു തുടക്കം കുറിച്ചു. ഈ ആവേശം കെട്ടടങ്ങും മുൻ ദാവൂദ് സായ് തന്റെ രണ്ടാം ഓവർ എറിയാനെത്തിയപ്പോൾ ക്രീസിലുണ്ടായിരുന്ന വൈഭവ് സൂര്യവംശി ഒരു അതിശക്തമായ ബാക്ക് ഫുട്ട് പഞ്ച് ഷോട്ടിലൂടെ പന്തിനെ വീണ്ടും ബൗണ്ടറി പായിച്ച് തന്റെ വരവ് അറിയിച്ചു. എന്നാൽ ഇതേ ഓവറിൽ അഫ്ഗാനിസ്ഥാൻ ഒരു സുവർണ അവസരം ലഭിച്ചിരുന്നു. വൈഭവിന്റെ ബാറ്റിൽ തട്ടി ഉയർന്ന ഒരു തീപ്പൊരി ഷോട്ട് ബോൾ സ്ക്വയർ ലെഗിലേക്ക് പറന്നപ്പോൾ എല്ലാവരുടെയും ശ്വാസം ഒരു നിമിഷം നിലച്ചെങ്കിലും അവിടെയുണ്ടായിരുന്ന ഫീൽഡർ ആ അനായാസ ക്യാച്ച് കൈവിട്ടത് അഫ്ഗാനിസ്ഥാന്റെ വിധി എഴുതുന്ന ഒന്നായി മാറി. ഈ അപ്രതീക്ഷിതമായി ലഭിച്ച ജീവദാനത്തിന് നന്ദി പറയാൻ വൈഭവ് അധികം കാത്തുനിന്നില്ല. തൊട്ടടുത്ത നിമിഷങ്ങളിൽ ഷംസുർ റഹ്മാന്റെ പന്തിൽ കവറിലൂടെ അതിമനോഹരമായ ഒരു 4 അടിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ സംഹാരതാണ്ഡവം തുടർന്നു. കളി 6ാം ഓവറിലേക്ക് കടന്നപ്പോൾ പന്തെറിയാനെത്തിയ അബ്ദുള്ള അഹമ്മദ് സായിയെ പ്രിയാൻഷ് ആര്യ വരവേറ്റത് ബാക്ക് ഓഫ് ലെങ്ത് പന്തിൽ കവറിന് മുകളിലുള്ള ഒരു ഭീമാകാരമായ പടുകൂറ്റൻ സിക്സർ പറത്തിയാണ്. ആ പന്തിന്റെ ഗതി മാറ്റിയത് കണ്ട് പകച്ചു നിന്ന അഹമ്മദ് സായിയുടെ ലെങ്ത് വീണ്ടും തെറ്റിയപ്പോൾ സ്ട്രൈക്കിലുണ്ടായിരുന്ന വൈഭവ് ലെഗ് സൈഡിലേക്ക് തിരിഞ്ഞ് അവിശ്വസനീയമായ ഒരു പിക്കപ്പ് ഫ്ലിക്കിലൂടെ പന്തിനെ ഫൈൻ ലെഗിന് മുകളിലേക്ക് ഗാലറിയിലേക്ക് പറത്തി അഫ്ഗാൻ ബൌളിംഗ് നിരയുടെ നട്ടെല്ലൊടച്ചു. ഈ പ്രഹരങ്ങൾക്ക് ശേഷം ദാവൂദ് സായ് വീണ്ടും പന്തെറിയാനെത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ വൈഭവ് ഒരു കൊടുങ്കാറ്റായി മാറുകയായിരുന്നു. ലക്ഷ്യം തെറ്റിയ ഒരു യോർക്കർ പന്തിൽ അതിശക്തമായി ആഞ്ഞുവീശിയ വൈഭവ് ലോങ് ഓണിന് മുകളിലൂടെ മറ്റൊരു കൂറ്റൻ സിക്സർ നേടിയപ്പോൾ തൊട്ടടുത്ത ഫുൾ ഡെലിവറിയിൽ മിഡ് ഓഫിന്റെ വലതുഭാഗത്തൂടെ ഒരു തകർപ്പൻ 4 കൂടി പായിച്ച് അഫ്ഗാൻ ഫീൽഡർമാരെ വെറും കാഴ്ചക്കാരാക്കി. എന്നാൽ ക്രിക്കറ്റ് എന്ന അനിശ്ചിതത്വങ്ങളുടെ കളിയിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല എന്നതിന് ശരിവരുത്തുകകൊണ്ട് ആ ഓവറിൽ തന്നെ ദാവൂദ് സായ് തന്റെ ശക്തമായ തിരിച്ചുവരവ് നടത്തി. അതിവേഗത്തിൽ പാഞ്ഞു വന്ന ഒരു കാതിലാൻ ഷോട്ട് പിച്ച് പന്തിൽ വലിയൊരു പുൾ ഷോട്ടിന് ശ്രമിച്ച വൈഭവിന്റെ ടൈമിംഗ് പിഴയ്ക്കുകയും ബാറ്റിന്റെ താഴെ തട്ടി വായുവിൽ ഉയർന്ന പന്ത് കവറിൽ കൃത്യമായി നിലയുറപ്പിച്ചിരുന്ന ഖാലിദ് തനിവാലിന്റെ കൈകളിൽ സുരക്ഷിതമായി വിശ്രമിച്ചപ്പോൾ സ്റ്റേഡിയത്തിൽ വലിയൊരു നെടുംവീർപ്പുയർന്നു. കേവലം 29 പന്തുകളിൽ നിന്ന് 4 അതിവേഗ 4കളും 2 കൂറ്റൻ സിക്സറുകളും ഉൾപ്പെടെ 38 റൺസ് എന്ന വെടിക്കെട്ട് സ്കോർ നേടി വൈഭവ് സൂര്യവംശി പവലിയനിലേക്ക് മടങ്ങുമ്പോൾ ഗാലറികൾ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്നാണ് ആ യുവതാരത്തിന് കൈയടിച്ചത്. അദ്ദേഹം നൽകിയ ആ സ്ഫോടനാത്മകമായ തുടക്കത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞ മത്സരത്തിലെ അർദ്ധ സെഞ്ചുറിയുടെ വലിയ ആത്മവിശ്വാസവുമായി ഇന്ത്യയുടെ വിശ്വസ്തൻ വീരനായ ഋതുരാജ് ഗേക്വാദ് 3ാം നമ്പറിൽ ക്രീസിലേക്ക് നടന്നെടുക്കുമ്പോൾ മറുവശത്ത് ക്ഷമയോടെയും എന്നാൽ കൂടുതൽ അപകടകാരിയായും പ്രിയാൻഷ് ആര്യ പൂർണ്ണമായും സെറ്റായി കഴിഞ്ഞിരുന്നു. ദാവൂദ് സായിയുടെ ഷോർട്ട് വൈഡ് പന്തിൽ അദ്ദേഹത്തിന്റെ അടുത്ത ആക്രമണത്തിനായി ആര്യ തയ്യാറെടുത്ത് നിൽക്കുന്ന ആ ഉദ്വേഗജനകമായ നിമിഷത്തിൽ ഒരു വലിയ സ്കോറിലേക്കുള്ള ഇന്ത്യൻ കുതിപ്പിന്റെ വരാനിരിക്കുന്ന വെടിക്കെട്ടിനായി ആ രംഗിരി ദംബുള്ള സ്റ്റേഡിയം ഒന്നടങ്കം ശ്വാസമടക്കി കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.